ബോസിനകത്തൊരു പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം ക്ഷമ ചോദിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആക്ച്വലി വീട്ടിൽ ഇത്രയും നാൾ താമസിച്ചപ്പം തുടക്കം വന്നതുപോലല്ലല്ലോ അവസാനം വരെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗ്രഡ്ജൊക്കെ വെച്ച് പെരുമാറുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് എല്ലാവർക്കും ഒരുക്കുന്നുണ്ട്. ഇവിടെ അപ്പം അനുമോളൊക്കെ എത്ര പേരോട് സോറി പറയുമെന്ന് അറിയത്തില്ല. അമ്മാതിരി ഉണ്ട്. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് വന്നവരുണ്ടല്ലോ, മൊത്തം എണ്ണവും കള്ളത്തരമായിട്ടാ വന്നിരിക്കുന്നത്. ഇവരൊക്കെ ക്ഷമിക്കുവോ സഹിക്കുവോ എന്നൊന്നും അറിയത്തില്ല. എന്തോ ഒരു അഭിനയമാണെന്നറിയാവോ. നമ്മൾ പ്രേക്ഷകരെ കാണത്തക്ക രീതി ഇപ്പം ഇവരൊക്കെ ഇങ്ങോട്ട് ഗേറ്റ് തുറന്നു വരുമ്പോൾ എന്തോരം ബഹളമാണ്. എല്ലാവരും ചിരിക്കുന്നു, കളിക്കുന്നു, തുള്ളിച്ചാടുന്നു, കൂവുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ടാണ് ഉള്ളിൽ പകയും വിദ്വേഷം വെച്ചോണ്ടാ എല്ലാണോ വന്നു കയറുന്നത്. എന്നിട്ട് കാണാം നമ്മളെ കാണിക്കാൻ വേണ്ടിയ ഭയങ്കര ചിരിയും കളിയൊക്കെ. എന്നിട്ടൊരു ഒന്നോ രണ്ടോ ദിവസമോ അല്ലെ ഒരു മണിക്കൂറോ കഴിയുമ്പോൾ കാണാം എല്ലാ എണ്ണത്തിനും ഉള്ളിൽ ഒരു മനുഷ്യരെ കൊല്ലാൻ തക്ക രീതിയിലുള്ള പകയായിട്ടാണ് വന്നത്. നമ്മൾ പലതവണയായിട്ട് ഈ ബിഗ് ബോസിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആൾക്കാരും ചിലരും ഉണ്ട് ബിഗ് ബോസിനകത്ത്. അവരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ 7 പേരും അവർക്ക് ആരോടൊക്കെയാണ് ക്ഷമിക്കാനോ സഹിക്കാനോ അല്ലെങ്കിൽ അവരോട് വിദ്വേഷമോ പകയോ വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോറി പറയാനുള്ള അവസരം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അനീഷേട്ടൻ അനുമോളോടാണോ സോറി പറയുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ അതിലെ നൂറയും അനുമോളാണെങ്കിൽ ആരോടാണോ? ഷൈത്തയോടായിരിക്കാം. അല്ലെ അനുമോൾക്ക് ഒരുപാട് പേരോടുണ്ട് അവിടെ സോറി പറയാൻ. അക്ബറിനോടുണ്ട്. അതുപോലെ തന്നെ അക്ബർ അവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ. അപ്പൊ പിന്നെ ആ അനുമോൾ അവിടെ കിടന്ന് ഒറ്റപ്പെടലാന്നല്ലോ എല്ലാവരോടും ഒരുമിച്ച് അക്രമം നടത്തിയിട്ട് അനുമോൾ അവിടെ ഒറ്റയ്ക്കാന്നല്ലോ നിൽക്കുന്നത്. അക്ബറിന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അക്ബറിനെ ആരെ ആക്രമിക്കുന്നുണ്ട്? ആരും ആക്രമിക്കുന്നില്ല.